എന്താ പറയുന്നത് ഇയും E2യുടെയും ടേംസ് ഓഫ് മോളാരിറ്റി. അപ്പോൾ എന്താണ് ഓരോന്നിൻ്റെയും ഈ കോമ്പൗണ്ടിൻ്റെയും എന്ത് കണ്ടെത്തണം? സ്വാഭാവികമായിട്ടും എൻ ഫാക്ടർ കണ്ടെത്തണം. എൻ ഫാക്ടർ കണ്ടെത്താൻ നമുക്ക് ആദ്യം ഇവൻ്റ് കണ്ടെത്താം. ഇവൻ്റെ എന്തൊക്കെയാണ് വ്യത്യാസം? ഓക്സിജൻ നമ്പർ നമ്മൾ ഇതുപോലെ കണ്ടെത്താം. അതിൻ്റെ സ്ട്രക്ചർ വരച്ചിട്ട് കണ്ടെത്താം. അപ്പോൾ ഇവനക്ക് 0, ഇവനക്ക് 1. ഓക്കെ, അപ്പം 1 + 0 ദാറ്റ് ഈസ് 1 ബൈ ഇവന് 1 അല്ല, ഇവന് 4 + 0 ദാറ്റ് ഈസ് 4/2. അപ്പോൾ ആവറേജ് 2 ആണ്. നമുക്ക് ആക്ച്വലി ആവറേജ് ഓക്സിജൻ നമ്പറിന് ആവശ്യം മാത്രമേ ഉള്ളൂ എൻ ഫാക്ടർ കാൽക്കുലേഷൻ. അതുകൊണ്ട് നമുക്കിവിടെ എക്സ് വാല മെത്തേഡ് ദാറ്റ് ഈസ് 2 + -6 + 2x ദാറ്റ് ഈസ് ഈക്വൽ ടു 0. 2x ഇസ് ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റും എത്രയാണ്? എക്സ് ഇസ് ഈക്വൽ ടു 2 കിട്ടും. ഓക്കെ, സോ ഇവൻ്റെ ഓക്സിജൻ നമ്പർ 2 ആണ്. ഇവൻ്റെ ഒക്കെ +1 ആണ്. ഇവൻ്റെ -3 -2 ആണ്. എപ്പോഴും ഓക്സിജനിൽ -2 ആണല്ലോ എപ്പോഴും. ശരി, +2. ഈ ചങ്ങാതിൻ്റെ ഓക്സിജൻ നമ്പർ അതെങ്ങനെ നടത്തും? അപ്പം ഇദ്ദേഹത്തിൻ്റെ ഓക്സിജൻ നമ്പർ കണ്ടെത്താന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 4x - 12 കാരണം 6 × 2 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ 4x - 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ 4x = 10. x is equal to 10/4 that is equal to 5/2 that is equal to 2.5. അപ്പം ഇയാളുടെ ഓക്സിജൻ നമ്പർ +2.5 ആണ്. അപ്പോൾ നോക്കിക്കോ, ഇതിനകത്തുള്ള ഈ ഒരു കോമ്പൗണ്ട് ഏത് ടൈപ്പാണ്? ഒരുത്തൻ്റെ ഓക്സിജൻ സ്റ്റേറ്റിൽ മാത്രം വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ടോട്ടൽ മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് പെർ മോൾ ഓഫ് സോൾട്ട് ഇവിടെ 1 മോളേ ഉള്ളൂ. സോ +2ൽ നിന്ന് 2.5ലേക്ക് പോയി. ദാറ്റ് മീൻസ് 0.5 ഡിഫറൻസ്. എത്ര ഉണ്ട്? 2 ഉണ്ട്. സോ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ ഇവൻ്റെ ഇൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1. ദാറ്റ് മീൻസ് ഇവൻ്റെ എന്താണ് ഇക്വലൻറ്റ് വെയിറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു മോളിക്കുലർ വെയിറ്റ്. കാരണം ഇക്വലൻറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മോളിക്കുലർ വെയിറ്റ് ഡിവൈഡ് ബൈ എൻ ഫാക്ടർ. സോ എൻ ഫാക്ടർ 1 ആണ്, കുഴപ്പമില്ല. ഇനി ഇവൻ്റെ ആണോ 0. 0ൽ നിന്ന് ഇവിടത്തേക്ക് പോയാൽ -1ലേക്ക് പോയി. 0ൽ നിന്ന് -1ലേക്ക് പോയി. ഏതാണ് ടൈപ്പ്? ഒരു ആകെ ഒറ്റൊരുത്തൻ ഓൻ്റെ ഓക്സിജൻ നമ്പർ മാത്രം ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എത്ര ഡിഫറൻസ് 1 ഇൻറ്റു എത്ര ഉണ്ട്? 2 ഉണ്ട്. സോ ഇവൻ്റെ എൻ ഫാക്ടർ 2 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ എന്താണ് ബാക്കി കിട്ടേണ്ടത്? ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ഫൈൻഡ് ഔട്ട് ദി എൻ ഫാക്ടർ ഓഫ് ബോത്ത് സ്പീഷീസ് ഇൻക്ലൂഡ്. ഇയാളുടെ എൻ ഫാക്ടർ നടത്തണം, ഇയാളുടെ എൻ ഫാക്ടർ നടത്തണം. അപ്പോൾ ഇതിലൊരു ആദ്യത്തെ ഇവൻ്റെ എൻ ഫാക്ടർ നടത്താൻ ആരൊക്കെ വ്യത്യാസം? പൊട്ടാസ്യത്തിന് വ്യത്യാസമില്ല, ഓക്സിജന് വ്യത്യാസമില്ല ഓക്സിജൻ നമ്പർ. അപ്പം ഈ ഒരു കോമ്പൗണ്ടിലുള്ള ഒരു എലമെൻറ്റിന് ഓക്സിജൻ സ്റ്റേറ്റിൽ മാത്രം വ്യത്യാസം. ഇപ്പോൾ നമ്മൾ ടൈപ്പ് 1 മെത്തേഡ് അല്ലേ. അപ്പം +6 ഇതിൻ്റെ ഓക്സിജൻ സ്റ്റേറ്റ് കാണുന്നത് വളരെ സിമ്പിൾ അല്ലേ. നമ്മൾ എക്സ് വാല മെത്തേഡ് ഉപയോഗിക്കുക. +6 നിന്ന് +3ലേക്ക് പോയി. എത്ര ഡിഫറൻസ്? 3. എത്ര ഉണ്ട്? 2. അപ്പോൾ ഇവൻ എൻ ഫാക്ടർ 6 ഡൺ. ഇവൻ എൻ ഫാക്ടർ കിട്ടി. ഇനി HCl എൻ ഫാക്ടർ എന്താണ് ആസിഡ് അല്ല. അപ്പോൾ H+ എത്ര റീപ്ലേസ് ചെയ്യും? 1 എന്ന് പറഞ്ഞിട്ട് നടന്നു കഴിഞ്ഞാൽ അത് തെറ്റി. എൻ ഫാക്ടർ ആക്ച്വലി 1 അല്ല. ഓക്കെ, കാരണം വെച്ചാൽ ഇയാളിപ്പം ഇവനെന്താ ചെയ്യുന്നത്? റെഡ്യൂസ് ചെയ്യുന്നത്. കാരണം +6 നിന്ന് +3ലേക്ക് പോയി റെഡ്യൂസ് ആവും. അപ്പോൾ ഇയാൾ കാരണമാണ്. അപ്പോൾ ഇയാൾ എന്താണ് ആക്ച്വലി ഒരു റെഡ്യൂസിങ് ഏജൻറ് ഉണ്ട്. ഇവിടെ HCl എന്ന് പറഞ്ഞാൽ റെഡ്യൂസിങ് ഏജൻറ്റായിട്ട് ആക്ട് ചെയ്യുന്നത്, അല്ലാണ്ട് ഒരു ആസിഡ് ആയിട്ടില്ല ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് +1 എന്ന് പറയാൻ പാടില്ല എൻ ഫാക്ടർ. നമ്മൾ ഇനി എങ്ങനെ എൻ ഫാക്ടർ കണ്ടെത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ മോളിക്യൂൾസിൻ്റെ ഉള്ളിലുള്ള ഓക്സിജൻ നമ്പേഴ്സ് നോക്കും. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ എല്ലാം എപ്പോഴും +1 തന്നെ വരുന്നത്. അപ്പോൾ വ്യത്യാസമില്ല. അപ്പോൾ ക്ലോറിൻ -1 ശ്രദ്ധിക്കാം. ക്ലോറിൻ -1 ചിലത് റിട്ടൈൻഡ് ആയിട്ട് -1 ആയിട്ടാണ് നിൽക്കുന്നുണ്ട്. ചിലത് -1 ആയിട്ടാണ് ഇവിടെ -1 ആയിട്ട് നിൽക്കുന്നുണ്ട്, റിട്ടൈൻഡ് ആണ്. പക്ഷേ ഒരുത്തൻ എന്തായിട്ട് വരുന്നുണ്ട്? അത് 0 ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നോക്കി നോക്കുക, നമ്മളെ കേസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കേസിൽ ഒരുത്തന് മാത്രം ഒരു മോളിക്യൂളുകളിലെ ഒരു ആറ്റത്തിൽ മാത്രം ഓക്സിജൻ സ്റ്റേറ്റിൽ ഡിഫറൻസ് വരുന്ന കേസസിൽ ഒരുത്തൻ ഇങ്ങനെ റിട്ടൈൻഡ് ആയിട്ടും മറ്റൊരുത്തൻ എന്താണ് ഡിഫറെൻറ്റ് ഓക്സിജൻ നമ്പേഴ്സ് മാറുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ കണ്ടെത്താൻ? ടോട്ടൽ മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് ഹോൾ ഡിവൈഡഡ് ബൈ മോൾസ് കണ്ടെത്തണം. ദാറ്റ് മീൻസ് ഇവിടെയുള്ള നമ്പർ ഓഫ് മോൾസ് കിട്ടണം. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോൾസ് കിട്ടണമെങ്കിൽ അവിടെ ഒരു പ്രോബ്ലം വന്നു. ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ആക്ച്വലി ബാലൻസ് ചെയ്യണം. അല്ലാണ്ട് ഇവിടെ നമ്പർ ഓഫ് മോൾസ് കിട്ടൂല. അപ്പോൾ ബാലൻസ് ചെയ്യാനുള്ള മെത്തേഡ് നമുക്കിനി നോക്കാം. ഒരു റിഡോക്സ് റിയാക്ഷൻ നമുക്കിനി എങ്ങനെ ബാലൻസ് ചെയ്യാൻ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമുക്കിനി ഓക്സിഡേഷൻ ഹാഫ് നോക്കാം. റെഡ്യൂസിങ് ഹാഫ് നോക്കാം. ഇവനാണ് ഈ ചങ്ങായിമാരാണ് റെഡ്യൂസ് ചെയ്യുന്നത്. ഇവൻ റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർ രണ്ടാളും ഇങ്ങനെ എഴുതാം. K2Cr2O7 എന്തായിട്ട് മാറുന്നുണ്ട്? CrCl3 ആയിട്ട് മാറുന്നത്. CrCl3 ആയിട്ട് മാറുന്നുണ്ട്. നോക്കിക്കോ, ഇവൻ +6, ഇവൻ എന്തായിരുന്നു? +3. അപ്പം എത്ര ഇലക്ട്രോൺസ് ഡിഫറൻസ് ഉണ്ട്? ഇവൻ ഇലക്ട്രോൺ എത്ര കഴിച്ചു? 3 ഡിഫറൻസ് 2. സോ 6 മോൾസ് ഓഫ് ഇലക്ട്രോണെ കഴിച്ചു അല്ലേ. 3 × 2 ഇത്. അപ്പോൾ 6 മോൾസ് ഓഫ് ഇലക്ട്രോൺ കഴിച്ചു. ഇനി അത് മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഓക്സിജൻ നമ്പറിൽ ഡിഫറൻസ് വരുന്ന അവനെ കറക്റ്റ് ആക്കണം. അപ്പോൾ ഇവനെ ആദ്യം കറക്റ്റാക്കി 2 കൊടുത്തു, കറക്റ്റായി. സോ എന്താ കിട്ടുക? K2Cr2O7 +6 ഇലക്ട്രോൺ എന്താ കിട്ടുക? 2CrCl3 കിട്ടും. ഓക്കെ, ഇത് കിട്ടി. ഇതാണ് നമ്മുടെ റിഡക്ഷൻ ഹാഫ് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ ഓക്സിഡൈസിങ് ഹാഫ് നോക്കണം. ഓക്സിഡേഷൻ ഹാഫ്. അപ്പോൾ ആരാണ് ഓക്സിഡൈസ് ചെയ്യുന്നത്? HCl എന്തായിട്ട് മാറുന്നത്? HCl ഈ Cl- അത് Cl2ലേക്ക് മാറുന്നു. അത്
നോക്കിക്കോ -1 0 പോയി. അപ്പം ഒരു ഇലക്ട്രോണെ കൊടുത്ത് എന്ന രീതിയിലല്ലേ. അപ്പോൾ നോക്കിക്കോ ആ ഒരു ഹാഫ് നോക്കാം, HCl അതിൽ -1 എന്തായിട്ട് മാറുന്നത്, Cl2 ആയിട്ട് മാറുന്നത്. അപ്പം ഒരു ഇലക്ട്രോണെ കൊടുത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഇവനെ കറക്റ്റ് ആക്കണം, ഈ ക്ലോറിൻ. കാരണം ഓക്സിജൻ നമ്പർ വ്യത്യാസമുള്ള ആളെ കറക്റ്റ് ആക്കണം. ഇവിടെ 2HCl ആക്കണം. ശരി, ഈ ക്ലോറിൻ പ്ലസ് എത്ര ഇലക്ട്രോണിൻ്റെ വ്യത്യാസം, -1 1 ഒരു ഇലക്ട്രോണ്. ഇവിടെ എത്ര എണ്ണം ഉണ്ട്, ഒരെണ്ണേ ഉള്ളൂ. സോ ഒരു ഇലക്ട്രോണിൻ്റെ വ്യത്യാസം, -1 നിന്ന് 0 പോയി, ഒരു ഡിഫറൻസ്. പിന്നെ ഇവിടെ ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ട് ഒരു ഇലക്ട്രോൺ കൊടുത്തു. എന്തുകൊണ്ട് ഒരു ഇലക്ട്രോൺ റൈറ്റ് സൈഡിൽ കൊടുത്തു, കാരണം ഇവിടെ ഓക്സിഡേഷൻ ആണ്, ഇലക്ട്രോണെ വിട്ട് കൊടുക്കുന്നു. ഇവിടെ നേരത്തെ ഇലക്ട്രോണെ ഇവൻ കഴിക്കുക ചെയ്യുന്നത്, ദാറ്റ് മീൻസ് റെഡ്യൂസിങ്. അതുകൊണ്ട് ഇവിടെ ഓക്സിഡേഷൻ വിട്ട് കൊടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇവിടെയുള്ള ഇലക്ട്രോൺസ്, ഇതാണ് നമ്മുടെ ഓക്സിഡൈസിങ് ഹാഫ്. ഇവിടെ നിന്ന് ഇനി ഇലക്ട്രോൺസിൻ്റെ എണ്ണം കറക്റ്റ് ആക്കുക. ദാറ്റ് മീൻസ് ഇവനെ ഞാൻ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം കംപ്ലീറ്റ്, കാരണം 6 ഇലക്ട്രോൺസ് ഉണ്ട്. സോ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ഇലക്ട്രോൺസ് ഒഴിവായി കിട്ടണം. സോ നമുക്ക് കിട്ടും K2Cr2, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇവനെ വ്യത്യാസം വരും. അപ്പോൾ ഇവനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ 12 HCl കിട്ടും, പിന്നെ 6 Cl2 കിട്ടും, പ്ലസ് 6 ഇലക്ട്രോണ്. ഈ ഇതും അങ്ങോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് K2Cr2O7 പ്ലസ് 12 HCl, that gives 2CrCl3 plus 6Cl2. ഓക്കെ, ഇത്രയും സാധനം ഉണ്ടായി. ഇനി നോക്കിക്കോ, ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ക്ലോറിൻ ക്ലോറിൻ ബാലൻസ്ഡ് ആണോ അല്ലേ ഇവിടെ. ഇതാണ് നമ്മുടെ നോർമൽ മെത്തേഡ്സ് ഓഫ് ബാലൻസിങ് റിഡോക്സ് റിയാക്ഷൻ. പക്ഷേ ഇത് ബാലൻസ്ഡ് ആണോ അല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലൻസ്ഡ് അല്ല. കാരണം വെച്ചാൽ ഈ ഒരു മെത്തേഡിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഏത് ടൈപ്പ് സംഭവങ്ങൾക്കാണ് ലിമിറ്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഇവിടെ ക്ലോറിൻ ഉണ്ടല്ലോ, ക്ലോറിന് -1 റിട്ടൈൻഡ് ആവുന്നുണ്ട്, അതേപോലെ 0 മാറുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആറ്റംസ് വരുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ബാലൻസിങ് മെത്തേഡിനൊരു ലിമിറ്റേഷൻ വരും. അപ്പോൾ നമ്മൾ ഇത്ര നേരം ചെയ്തത് ഇത് കറക്റ്റ് ബാലൻസ്ഡ് അല്ല എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ബാലൻസ് ചെയ്യണം, ഇവിടെ വേറെ എന്തോ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, ബാക്കി KCl ഉണ്ട്, H2 ഉണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് എഴുതട്ടെ. KCl ഉണ്ട്, H2. നമ്മളാകെ ഓക്സിഡൈസിങ്ങും റെഡ്യൂസിങ് ഹാഫിനെ മാത്രമേ ചിന്തിച്ചുള്ളൂ, അവിടെ മാത്രമേ ബാലൻസ് ചെയ്തിട്ടുള്ളൂ. പോരായിട്ട് ഈ പറഞ്ഞ മെത്തേഡ് വർക്ക് ആവില്ല, കാരണം Cl റിട്ടൈൻഡ് ചെയ്യുന്നുണ്ട്, ചിലത് 0 മാറുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വർക്ക് ആവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഇവിടെ ഇതൊക്കെ ബാലൻസ്ഡ് ആണ്, കാരണം K2Cr2 അത് കുറേ ബാലൻസ്ഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അപ്ലൈ ചെയ്യണം. ഈ ഒരു ഏരിയയിൽ എത്തിച്ചേരാൻ കുറച്ചുകൂടി ബെറ്റർ ആണ്, കാരണം ഇനി കുറച്ചുകൂടി ഈസിയറാണ് നമുക്ക് ബാലൻസ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ 2 KCl കറക്റ്റ്. ഇനി ഇവിടെ എത്ര ക്ലോറിൻ നോക്കാം, 2 12 14 14 6 ദാറ്റ് ഈസ് 18 റൈറ്റ്, അത് 19. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ക്ലോറിൻ മൈനസ് ക്ലോറിനിലേക്ക് പോകുമ്പോൾ 2 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു. ഇവിടെ ആക്ച്വലി 2 ഇലക്ട്രോൺ ആയിരുന്നു വേണ്ടത്, കാരണം ഇവിടെ 2 ഇലക്ട്രോണാണ് ലൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 ഇലക്ട്രോൺ ആയിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവിടെ 3 മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ മെത്തേഡിലൂടെ കറക്റ്റായിട്ട് HCl റെഡ്യൂസ് എന്താ പറയുക ബാലൻസ്ഡ് ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ഹൈറ്റ് ആൻഡ് ട്രയൽ പോലെ നമ്മൾ 14 HCl കറക്റ്റായിട്ട് കൊടുക്കും, ബാലൻസ്ഡ് ഓട്ടോമാറ്റിക്കലി ആവുന്നുണ്ട്. ഈ മെത്തേഡിന് ശേഷം നമുക്ക് എന്തായി ബാലൻസ്ഡ് ആവുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എത്ര ഇലക്ട്രോൺസ് ആയിരുന്നു ട്രാൻസ്ഫേർഡ് ആയത്, ദാറ്റ് ഈസ് 3 ഇലക്ട്രോൺസ് അല്ലേ. 6 ഇലക്ട്രോൺസ് ആണ് ടോട്ടൽ ട്രാൻസ്ഫേർഡ് ആയിട്ടുള്ളത് ഈ പറഞ്ഞ കംപ്ലീറ്റ് റിയാക്ഷൻ. സോ 6 ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ആയിട്ടുണ്ട്. ഹോൾ ഡിവൈഡ് ബൈ HClൻ്റെ മോൾസ് എത്ര, ദാറ്റ് ഈസ് 14 റൈറ്റ്. സോ 6/14 ആണ് ആക്ച്വലി എൻ ഫാക്ടർ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അത് ഈ ഒരു മെത്തേഡ് നമ്മൾ ഓൾറെഡി ഇത് കേസസ് ആയിട്ട് പഠിച്ചതല്ലേ. ഇതിനകത്ത് എത്ര മോൾസ് ഇലക്ട്രോൺ 5/2 ആ പരിപാടിയാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഒരു കാര്യം ഡൗട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ HClൻ്റെ ഈ പരിപാടി നമ്മൾ എത്ര ഡിഫറൻസ് 1 എന്നിട്ട് നമ്മൾ 1 എന്ന് പറയും. ഇപ്പോൾ 1 മോൾ ഓഫ് ഇലക്ട്രോൺ അല്ലേ വേണ്ടതെന്ന് ഡൗട്ട് ഉണ്ടാവും അല്ലേ. പക്ഷേ അത് ആക്ച്വലി 2 മോൾ ഓഫ് ഇലക്ട്രോൺ. കാരണം വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ മോൾസ് ഓഫ് ഇലക്ട്രോൺസ് പെർ സോൾട്ട് എന്നുള്ള പരിപാടി ഉണ്ടല്ലോ, മോൾസ് ഓഫ് ഇലക്ട്രോൺസ് പെർ സോൾട്ട്, അതെന്ന് പറഞ്ഞാൽ സോൾട്ട്സിന് മാത്രം ബേസ്ഡ് ആയിട്ടുള്ള K2Cr2O7 എന്ന് പറഞ്ഞിട്ടുള്ള സോൾട്ടിന് മാത്രം ബേസ്ഡ് ആയിട്ടുള്ളതാണ് മോൾസ് ഓഫ് ആ ടോട്ടൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് പെർ സോൾട്ട്. അപ്പോൾ ഇവിടെ 1 എന്ന രീതിയിൽ അത് വരും. പക്ഷേ ഇവിടെ വെച്ചാൽ നമ്മൾ 2Cl- എന്ന രീതിയിലാകുമ്പോൾ ഇത് എത്ര ഡിഫറൻസ് ഉണ്ട്, ഒരു ഡിഫറൻസ് ഉണ്ട്. സോ എത്ര കാരണം അപ്പോൾ 2 ഇലക്ട്രോൺ അങ്ങനെ ആ രീതിയിൽ വരുത്തണം. അപ്പോൾ HCl അതൊരു സോൾട്ട് അല്ല. അപ്പോൾ സോൾട്ടിന് മാത്രമേ നമ്മൾ മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് പെർ മോൾ ഓഫ് സോൾട്ട് എന്നുള്ള പരിപാടിയുള്ളൂ. ഇവിടെ ആകുമ്പോൾ നമ്മൾ ഈ മോൾസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇവിടെ എൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാൻ. ഓക്കെ, പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇവിടെ റിഡക്ഷൻ ഹാഫിൽ ഓക്സിഡേഷൻ ഹാഫിൽ ഉണ്ടാകുന്ന പ്രത്യേകമുള്ള എൻ ഫാക്ടർ, ഇവിടെയുള്ള എൻ ഫാക്ടർ എന്ന് പറയുന്നത് 6 ആണ്. ഇതാണ് റിഡക്ഷൻ ഹാഫിലുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എൻ ഫാക്ടർ കാൽക്കുലേഷൻ ആൻഡ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ഇപ്പോൾ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ്റെ പ്രത്യേകത എന്താണ്,
അതിനകത്തുള്ള ഒരു ആറ്റം തന്നെ, ഒരു കോമ്പൗണ്ടിലുള്ള ഒരു ആറ്റം ഓക്സിഡൈസ് ചെയ്യും. അതേപോലെ ആ കോമ്പൗണ്ടിലുള്ള അതേ ആറ്റം തന്നെ റെഡ്യൂസും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള H2O2 ഇവിടെ -1 നിന്ന് എവിടത്തേക്കും 0ലേക്ക് പോകുന്നുണ്ട്, -1 -2ലേക്ക് പോകുന്നുണ്ട്. ഇയാൾ എന്ത് ചെയ്യും, ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. അപ്പോൾ ഇതിനകത്ത് മേ ബി ഇത് നമ്മൾ ബാലൻസ്ഡ് അല്ല, പക്ഷേ H2O2ലുള്ള ഏതെങ്കിലും ഒരു H2 ഓക്സിഡൈസിങ് ഏജൻറ്റും ഒരു H2 റെഡ്യൂസിങ് ഏജൻറ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനെങ്ങനെ ബാലൻസ് ചെയ്യാൻ നമ്മൾ ആദ്യം H2O2യുടെ നമ്മൾ ഈ ഓക്സിഡൈസിങ് ഹാഫ് എഴുതുന്ന സമയത്ത് ഓക്സിഡേഷൻ ഹാഫ് എഴുതുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ആറ്റം എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇവിടെ എവിടെയാണോ വ്യത്യാസം വരുന്നത് അവിടെ അയാൾ മാത്രം എഴുതിയാണ്. സോ O2 മൈനസ് അതിലേക്ക് മാറുന്നുണ്ട്, അത് O-2ലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്, ഇത് റിഡക്ഷൻ ഹാഫാണ്. റിഡക്ഷൻ ഹാഫ് ഇവിടെ നോക്കിയൊക്കെ ഒരു ഇലക്ട്രോൺ വാങ്ങിയിട്ടല്ലേ, ഒരു ഇലക്ട്രോണ്, ഒരു ചേഞ്ച് ഇലക്ട്രോണ് 2 കാരണം. സോ നമ്മൾ എന്ത് പറയും, ഇവിടെ 2 കൊടുക്കണം. ഓക്കെ, സോ ഒരു ചേഞ്ച് കാരണം 2 കാരണം. അപ്പോൾ നമ്മൾ എന്ത് പറയും, ഇവിടെ +2 ഇലക്ട്രോൺ ഉണ്ടെന്ന് പറയാൻ പറ്റും. അതാണ് ഇതിലേക്ക് മാറിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഓക്സിഡൈസിങ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് O2 മൈനസ് എന്തിലേക്ക് പോയി, O2ലേക്ക് പോയി. അതാണ് ഓക്സിഡൈസിങ് ഹാഫ്. അപ്പോൾ നോക്കിക്കോ, ഇവിടെ ഒരു ഇലക്ട്രോൺ, ഒരു ചേഞ്ച് ഉണ്ട്. എത്ര കാരണം, 2 കാരണം. അപ്പോൾ ഒരു ഇലക്ട്രോൺ ചേഞ്ച് ചെയ്യുള്ളൂ എന്നുള്ള കാര്യം. അപ്പോൾ ഇതിനെന്ത് ചെയ്യുക, ഇവിടെ 2 ഉണ്ട്. കാരണം വെച്ചാൽ ചേഞ്ച് 1, കാരണം 1, ഇവിടെ 2 ഉണ്ട്. അപ്പോൾ 2 ഇലക്ട്രോൺ വ്യത്യാസം. ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും O2 മൈനസ് 1 പ്ലസ് O2 മൈനസ് 1 ദാറ്റ് ഗിവ്സ് 2 മൈനസ് പ്ലസ് O2 എന്ന് കിട്ടും. റൈറ്റ്, അപ്പോൾ ഈ O2 മൈനസ് 1 എന്തുമായിട്ടാണ് H2ഓടെ പറയുന്നത്. സോ H2O2 പ്ലസ് H2O2 ഗിവ്സ് 2O2 മൈനസ് 1 ദാറ്റ് ഈസ് എന്തായിരിക്കും, 2 H2O ഒക്കെ അല്ല, 2 ഓക്സിജൻ്റെ ആവശ്യം പ്ലസ് O2. ഇത് വെറുതെ അങ്ങനെ തന്നെ. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി ബാലൻസ് ആയിട്ടുള്ള ഇക്വേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് ഓക്സിഡൈസ് ചെയ്യുകയും റെഡ്യൂസ് ചെയ്യുകയും മറ്റൊരു ഹൈഡ്രജൻ പെറോക്സൈഡ് ഓക്സിഡൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഇതാണ് ഓക്സിഡേഷൻ ഹാഫ്. ഞാൻ ഇപ്പോൾ എഴുതിയ സാധനം ഇതാണ് നമ്മുടെ റെഡ്യൂസിങ് ഹാഫ്. ഓക്കെ, ഇപ്പോൾ റെഡ്യൂസിങ് ഹാഫിൽ ഇത് ഓക്സിഡേഷൻ ഹാഫ്, കാരണം വെച്ചാൽ ഇലക്ട്രോണെ വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ ഓക്സിഡൈസിങ് ഹാഫിൽ ഉള്ള എൻ ഫാക്ടർ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. ഇത് 2 മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ. സോ 2 എൻ ഫാക്ടർ ഇൻ ദി ഓക്സിഡൈസിങ് ഹാഫിലുള്ളത്. അതേപോലെ റെഡ്യൂസിങ് ഹാഫിലുള്ള ഇലക്ട്രോൺ ട്രാൻസ്ഫർ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. എത്ര ഉണ്ട്, 2 ഇലക്ട്രോൺസ് തന്നെ ട്രാൻസ്ഫർ ആവുന്നുണ്ട്. റൈറ്റ്, ഇങ്ങനെ ഒരു ചേഞ്ച് 2 കാരണം. അപ്പോൾ 2 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അപ്പോൾ എൻ ഫാക്ടർ ഓഫ് ദി ഓക്സിഡൈസിങ് ഹാഫ് എന്ന് പറഞ്ഞാൽ അത് 2 ആണ്. ഇയാളുടെയും എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 2 ആണ്. പക്ഷേ ടോട്ടൽ റിയാക്ഷൻ്റെ എൻ ഫാക്ടർ എങ്ങനെ നടത്താൻ, ടോട്ടൽ മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഇവിടെ നമ്മൾ ക്യാൻസൽ ആയി പോകുന്നത് 2 ഇലക്ട്രോൺ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ടോട്ടൽ മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ 2 ഇലക്ട്രോൺ ആണ്. ഓക്കെ, ആ 2 ഇലക്ട്രോണിനെ ടോട്ടൽ മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ ടോട്ടൽ മോൾസ് എന്ന് പറഞ്ഞാൽ അത് 2 ആണ്. കാരണം H2O2 എന്നാണ് ഈ പറഞ്ഞ സാധനങ്ങൾക്ക് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ മോൾസ് 2 ആണ്. അതിൻ്റെ ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത്, കാരണം ഒരു ആറ്റം തന്നെ 2 ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ടോട്ടൽ മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഡിവൈഡ് ബൈ ഈ ഒരു കോഫിഷ്യൻ കണ്ടെത്തണം. അപ്പോൾ 2 കോഫിഷ്യൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം. അപ്പോൾ ബാലൻസ് ചെയ്തിട്ടാണ് ഇവിടെ 2 കിട്ടിയത്. അപ്പോൾ ടോട്ടൽ മോൾസ് ഡിവൈഡ് 2 ദാറ്റ് മീൻസ് എൻ ഫാക്ടർ ഓഫ് ദി ഹോൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് 1 ആണ് കിട്ടുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ എൻ ഫാക്ടർ ഓഫ് H2 ആസ് എൻ ഓക്സിഡൈസിങ് ഏജൻറ്റ് ദാറ്റ് ഈസ് 2. റിഡക്ഷൻ ഏജൻ്റ് ആകുമ്പോൾ അത് 2 ആണ്. പക്ഷേ ഓവറോൾ ആകുമ്പോൾ 1 ആവുന്നുണ്ട് എന്ന കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്ത ക്ലോറിൻ മൈനസിലേക്ക് മാറുന്നുണ്ട് ഈ ഒരു ഇതും കൂടി. അപ്പോൾ ഇവിടെ എന്താണ് ഫസ്റ്റത്തത്, ദാറ്റ് ഈസ് റെഡ്യൂസിങ് ഹാഫ്. സോ ക്ലോറിൻ 2 എന്തിലേക്ക് മാറി, ക്ലോറിൻ മൈനസ്. നമ്മളിനി എന്ത് ചെയ്യാൻ പോകുന്നത്, ബാലൻസ് ചെയ്യാൻ പോകണം. അപ്പോൾ റെഡ്യൂസിങ് ഹാഫ്. അപ്പോൾ ഇവിടെ റെഡ്യൂസിങ് ഇയാളൊരു ഇലക്ട്രോണ്, എത്ര ഇലക്ട്രോൺസ് ആദ്യം നമുക്ക് ഇയാൾ കറക്റ്റ് ആക്കണം, 2 ആക്കി. റൈറ്റ്, ഓക്കെ, അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. ക്ലോറിൻ 2 2 അപ്പോൾ 2 ഇലക്ട്രോൺസിന് സ്വീകരിക്കണം. ഒരു വ്യത്യാസം 1 ഉള്ളൂ, 2 ഇവിടെ ഉണ്ട്. സോ ക്ലോറിൻ 2 പ്ലസ് 2 ഇലക്ട്രോൺ ആണ് നമുക്ക് എന്ത് കിട്ടിയത്, 2Cl മൈനസ് കിട്ടിയിട്ടുള്ള കാര്യം മനസ്സിലായി. ഇനി ഓക്സിഡൈസിങ് ഹാഫ് നമുക്ക് നോക്കാം. ഓക്സിഡൈസിങ് ഹാഫ് ആരാണ് ഓക്സിഡൈസ് ചെയ്യുന്നത്, ക്ലോറിന് +5ലേക്ക് പോകുന്നത്. ദാറ്റ് മീൻസ് ക്ലോറിൻ +5 അത് മാത്രമേ എഴുതാം, ബാക്കി സാധനം നമുക്ക് പിന്നെ എഴുതാം. ഓക്കെ, +5ലേക്ക് പോകുന്നുണ്ട്. അപ്പം ആദ്യം ഇതിനെന്ത് ബാലൻസ് ചെയ്യണം, ആരെ ബാലൻസ് ചെയ്യണം, ഇവനെ ബാലൻസ് ചെയ്യാം. റൈറ്റ്, റൈറ്റ് സൈഡിൽ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ സാധാ പരിപാടി. ലെഫ്റ്റ് സൈഡ് ബാലൻസ് ചെയ്യുമ്പോഴാണ് കുറച്ച് നേരത്തെ ഈ പറഞ്ഞ ഡൗട്ട് വന്നത് അല്ലേ. ഏത് ഡൗട്ട് വന്നത്, ഇവിടെയുള്ള 2 ഇലക്ട്രോണിൻ്റെ
ഡൗട്ട് വന്നത്. ലെഫ്റ്റ് സൈഡ് ബാലൻസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ 2 ആയിട്ട് മാറിയത്. ഇനി ഇവിടെ നോക്കി +5 എത്ര ഡിഫറൻസ് 5, എത്ര കാരണം 2. സോ ദാറ്റ് മീൻസ് ക്ലോറിൻ 2 ക്ലോറിൻ +5 പ്ലസ് 5 × 2 ദാറ്റ് ഈസ് 10. അങ്ങനെ നോക്കി ഇവിടെ 10 ഇലക്ട്രോൺ ഡിഫറൻസ്. ഇവിടെ നേരത്തെ ഇവിടെ 2 ഇലക്ട്രോൺ ഡിഫറൻസ് ചെയ്യുള്ളൂ. അപ്പോൾ അത് 10ലേക്ക് ആക്കണം. കാരണം ഇലക്ട്രോൺസ് ഈക്വലായിട്ട് ആഡ് ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ആയി പോകണം. അപ്പോൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് കംപ്ലീറ്റ് 6 കൊണ്ട് എന്ത് കിട്ടും, നമുക്ക് വേണ്ട ബാലൻസ് സൈഡിലെ ഇക്വേഷൻ കിട്ടും. ഈ ബാലൻസ് ഇക്വേഷൻ നമ്മൾ കാര്യം മനസ്സിലാക്കാൻ വെച്ചാൽ ഇവിടെ എൻ ഫാക്ടർ എത്ര ആയിരുന്നു, അത് 10 ആയിരുന്നു. ഇവിടെ എൻ ഫാക്ടർ 10 ആയിരുന്നു. അതേപോലെ ഈ ഒരു ഏരിയയിൽ ഇതെന്താണ്, ഇതെന്ന് പറഞ്ഞാൽ റെഡ്യൂസിങ് ഏജ്, റെഡ്യൂസിങ് ഹാഫിലുള്ള എന്താണ് എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് 2 ആണ്. പക്ഷേ ടോട്ടലായിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ എന്ന് പറഞ്ഞാൽ എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഡിവൈഡ് ബൈ എത്ര മോൾസ് ഓഫ് Cl ഉണ്ട്, ദാറ്റ് ഈസ് 6. ഇതാണ് ടോട്ടൽ എൻ ഫാക്ടർ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ഒരു ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷനിൽ ഈ നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഇക്വാലൻ്റ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള റെഡ്യൂസ് ചെയ്യുന്ന സാധനത്തിൻ്റെ ഇക്വാലൻ്റ് വെയിറ്റ് പ്ലസ് ഓക്സിഡൈസ് ചെയ്യുന്ന സാധനത്തിൻ്റെ ഇക്വാലൻ്റ് വെയിറ്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ആരാണ് റെഡ്യൂസ് ചെയ്യുന്നത്, അയാളുടെ ഇക്വലൻ്റ് വെയിറ്റ്. അപ്പോൾ നോക്കിക്കോ, ഇവിടെ എന്തെങ്കിലും ആയിക്കോട്ടെ MH2 തന്നെ 2 ഭാഗത്തുള്ളൂ. കാരണം അയാൾ തന്നെയാണ് H2യുടെ കേസിലാണെങ്കിൽ H2O2യുടെ കേസിലാണെങ്കിൽ രണ്ടും ഒരാൾ തന്നെയാണ് റെഡ്യൂസും ചെയ്യുന്നത് ഓക്സിഡൈസും ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ മോളിക്കുലർ വെയിറ്റ് ഡിവൈഡ് ബൈ എൻ ഫാക്ടർ, കാരണം ഇക്വലൻ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ മോളിക്കുലർ വെയിറ്റ് ഡിവൈഡ് ബൈ എൻ ഫാക്ടർ, അങ്ങനെ രണ്ടും എഴുതി. ഈ നെറ്റ് ആണെങ്കിലും എഴുതി. അപ്പോൾ ഇവിടെ ക്യാൻസൽ ആവും. പിന്നെ നമുക്ക് മനസ്സിലാവും 1/n ഫാക്ടർ n അല്ലെങ്കിൽ 1/n നെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/n1 പ്ലസ് 1/n2. അപ്പോൾ ഇവിടെ n1 n2 എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസിങ് ഹാഫിലുള്ള എൻ ഫാക്ടർ, അതേപോലെ n2 എന്ന് പറഞ്ഞാൽ റെഡ്യൂസിങ് ഹാഫിലുള്ള എൻ ഫാക്ടർ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി നമുക്ക് കംപ്ലീറ്റ് ഉത്തരം എന്താണ് ബാലൻസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. കാരണം എങ്ങനെയാണ്, നമുക്കൊരു കാര്യം അറിയാം, ഇവിടെ റെഡ്യൂസിങ് ഹാഫ് എന്ന് പറഞ്ഞാൽ Cl2യിൽ നിന്ന് Cl- പോയി. അപ്പോൾ ഇവിടെയാണ് റെഡ്യൂസിങ് ഹാഫ്. എത്ര മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് ഉണ്ട്, നമുക്ക് ഈ ഒരു ഏരിയയിൽ മാത്രം എൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു ഇലക്ട്രോൺ 2 കാരണം, സോ 2 മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ്, ദാറ്റ് മീൻസ് എൻ ഫാക്ടർ 2 ആണ്. ദാറ്റ് മീൻസ് n1 എന്ന് പറഞ്ഞാൽ അത് 2 കിട്ടി. അതേപോലെ ഇവിടുന്ന് നമ്മൾ ബാലൻസ് ചെയ്ത് എന്തുകൊണ്ട് ടോട്ടൽ മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ കിട്ടിയിട്ട് ഡിവൈഡ് ബൈ ഈ പറഞ്ഞ കോഫിഷ്യൻ ചെയ്യാൻ വേണ്ടി ബാലൻസ് ചെയ്ത് അതൊന്നും ഇല്ലാണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ എൻ ഫാക്ടർ എത്രയാണ് 5, 2 കാരണം, സോ 10. സോ n2 എന്ന് പറഞ്ഞാൽ 10 കിട്ടും. സോ നമുക്ക് പറയാണ്ട് 1/n നെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 പ്ലസ് 1/10. അപ്പോൾ 20/2 ആണോ, അല്ല സോറി, അത് ചെയ്തതിന് ഉത്തരം കിട്ടും. ആ ഉത്തരമാണ് കറക്റ്റ് ഉത്തരം. നമുക്ക് ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്താ ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ മോൾസ് ഇൻറ്റു എൻ ഫാക്ടർ ആണ്. അതേപോലെ ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഡിവൈഡ് ബൈ എന്താണ് ഇക്വലൻ്റ് വെയിറ്റ് ആണ്. ഇക്വലൻ്റ് വെയിറ്റ് ഇക്വലൻ്റ് മാസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മോളിക്കുലർ മാസ് ഡിവൈഡ് ബൈ എൻ ഫാക്ടർ. നമുക്കറിയാത്ത നോർമാലിറ്റി ആണ്. നോർമാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മൊളാരിറ്റി എല്ലാം പോലെ തന്നെ. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിന് ഒരു നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ദാറ്റ് ഈസ് ഇൻ ലിറ്റേഴ്സ്. ഓക്കെ, അതാണ് നോർമാലിറ്റി. ഓക്കെ, ഇപ്പോൾ നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അതെന്ന് പറഞ്ഞാൽ മോൾസ്. അത് നമ്പർ ഓഫ് ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ഇൻറ്റു എൻ ഫാക്ടർ, അതാണ് നമ്പർ ഓഫ് ഇക്വലൻസ് ഹോൾ ഡിവൈഡ് ബൈ വോളിയം. അപ്പോൾ മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഇൻ ലിറ്റർ എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി. ദാറ്റ് മീൻസ് നോർമാലിറ്റി ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു എൻ ഫാക്ടർ എന്ന് പറഞ്ഞ ഇൻഫോർമേഷൻ കിട്ടും. ഇനി നമുക്ക് നോർമാലിറ്റി അല്ലേ മെയിനായിട്ട് കണ്ടെത്താം. ഇതിനുള്ള നമ്മൾ പറയാൻ പോകുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ലോ ഓഫ് ഇക്വലൻസ് എന്ന് പറയാം. അപ്പോൾ അതിനകത്ത് കംപ്ലീറ്റ് ഇക്വലൻസ് കണ്ടെത്താനുള്ള പരിപാടിയായിരിക്കും. അപ്പം ഇക്വലൻസ് കണ്ടെത്താൻ ഒരു ഇക്വേഷൻ കൂടി നമുക്കൊരു കാര്യം അറിയാം. നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇക്വലൻസ് ഡിവൈഡഡ് ബൈ വോളിയം. സോ ഇക്വലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോർമാലിറ്റി ഇൻറ്റു വോളിയം എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി നോർമാലിറ്റി തന്നിട്ടില്ലെങ്കിൽ ഇവിടെ മൊളാരിറ്റി ഇൻറ്റു എൻ ഫാക്ടർ ഇൻറ്റു വോളിയം എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഇനി ഇക്വലൻസ് കണ്ടെത്തുന്ന എല്ലാ മെത്തേഡ്സും നമ്മളൊന്ന് ബൈ ഹാർട്ടായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി ലോ ഓഫ് ഇക്വലൻസ് എന്താണ് പറയുന്നത് നോക്കാം. ലോ ഓഫ് ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ ഒരു 2 റിയാക്റ്റൻസ് എയും ബിയും റിയാക്ട് ചെയ്തിട്ട് സി എന്നൊരു സാധനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത് അപ്പോൾ ഒരു റിയാക്ഷൻസ് ഇങ്ങനെ ഉണ്ടെങ്കിൽ എയുടെ ഇക്വലൻ്റ് ബിയുടെ ഇക്വലൻ്റ് സിയുടെ ഇക്വലൻ്റ് ഈക്വൽ എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അപ്പോൾ എല്ലാത്തിനും ഇക്വലൻ്റ് കറക്റ്റാണെന്ന് പറയാൻ പാടില്ല. ആരൊക്കെയാണോ അങ്ങോട്ടും കൊണ്ട് റിയാക്ട് ചെയ്യുന്നത് അവരുടെ ഇക്വലൻ്റ് സെയിം ആണെന്ന്. അപ്പോൾ ആസിഡ് ബേസ് ആണെങ്കിൽ നമുക്ക് പറയാം ഇക്വലൻ്റ് ഓഫ് ആസിഡ് ആയിരിക്കും ഇക്വലൻ്റ് ഓഫ് ബേസ്. ഓക്സിഡൈസിങ് ഏജൻറ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് അവരുടെ ഒരുമിച്ച് റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇക്വലൻ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു റെഡ്യൂസിങ് ഏജൻറ്റ് ഇക്വലൻ്റ്. ആസിഡ് ബേസ് ആസിഡ് 2 ഉണ്ട് വിചാരിച്ചു. അപ്പോൾ എന്താ പറയും, ഓക്കെ ആസിഡ് ഇക്വലൻ്റ് ബേസിൻ്റെ ഇക്വലൻ്റ് ആസിഡ് ഇക്വലൻ്റ്. അപ്പോൾ 3 ഇക്വലൻ്റ് സെയിം എന്ന് പറയാൻ പറ്റും. അത് മണ്ടത്തരമാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ഇവർ ഇത് ബുക്കിഷ് ലാംഗ്വേജ് ആണ്. ബുക്കിഷ് ലാംഗ്വേജ് കുറച്ച് മണ്ടത്തരം എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയേണ്ടത് വെച്ചാൽ ഇവിടെ സെയിം ആയിട്ട് സാധനങ്ങളുടെ ഇക്വലൻ്റ് ആഡ് ചെയ്യുക. ദാറ്റ് മീൻസ് ആസിഡിൻ്റെ ഇക്വലൻ്റ് പ്ലസ് ആസിഡ് രണ്ടാമത്തെ ആസിഡിൻ്റെ ഇക്വലൻ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ആ ബേസിൻ്റെ ഇക്വലൻ്റ് അങ്ങനെ പറയാൻ പറ്റും. ഇവിടെ ഓക്സിഡൈസിങ് ഏജൻറ്റ് 2 ഉണ്ട്.
നമ്മളൊരു ഓക്സിഡൈസിങ് ഏജൻറ്റ് ഒന്നിൻ്റെ ഇക്വലൻറ്റ് പ്ലസ് ഓക്സിഡൈസിങ് ഏജൻറ്റ് രണ്ടിൻ്റെ ഇക്വലൻറ്റ് ദാറ്റ് ഈസ് ഇക്വൽ ടു റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ ഇക്വലൻറ്റ് അങ്ങനെ പറയാൻ പറ്റും. അത് കറക്റ്റാണ്. അപ്പോൾ ആരാണ് റിയാക്ട് ചെയ്യുന്നത് അവരുടെ ഇക്വലൻറ്റ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റത്തെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞ നമുക്ക് മോളിക്കുലർ ഈ പറഞ്ഞ കംപ്ലീറ്റ് റിയാക്ഷൻ ഒന്നും അറിയാണ്ട് തന്നെ എങ്ങനെ നമുക്ക് മോൾ കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ലോ ഓഫ് ഇക്വലൻസ് പഠിച്ചു കഴിഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ഇത്രയും ഇൻഫോർമേഷൻസ് എൻ ഫാക്ടർ പഠിക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പഠിച്ചു. എൻ ഫാക്ടേഴ്സിന് ഇക്വലൻസ് കണ്ടെത്താനുള്ള കാര്യം പഠിച്ചു. ഒരു കാര്യം അറിയാം, ഇയാൾ എന്താണ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. എന്നാൽ എടുത്താൽ ഇയാൾ 2 മോൾസ് റിയാക്ട് ചെയ്യുന്നതിന് എത്ര ഈ സാധനം കിട്ടുന്നുണ്ട്. ഇയാൾ ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്, ഇയാൾ റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. ഓക്കെ, നമുക്ക് കാര്യം ആദ്യം കണ്ടെത്തേണ്ടത് ഇയാൾ 2 മോൾസ് ആണ്. ഓക്കെ ശരി, അത് കിട്ടിയിട്ടുണ്ട്. ഇയാളുടെ എൻ ഫാക്ടർ എത്രയാണ്? ഇയാളുടെ എൻ ഫാക്ടർ കണ്ടെത്തിയാൽ മാത്രമേ എനിക്ക് ഇക്വലൻസിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഇക്വലൻസ് എങ്ങനെ നടത്തും? ഇയാളുടെ എൻ ഫാക്ടർ നമുക്കൊരു ഇയാൾ എന്താ അസിഡിക് മീഡിയത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് എന്താ ഉണ്ടാവുക? mn + 2 എന്ന രീതിയിലുണ്ടാവുക. അപ്പോൾ mn+2 ഇതാണ്, ഇത് സോൾട്ടാണ്. ഇപ്പം 5 ഡിഫറൻസ് 1 കാരണം പെർ മോൾ ഓഫ് സോൾട്ടാണ്, കറക്റ്റാണ്. അപ്പോൾ എത്ര കിട്ടും? ഇവിടെ 5 എൻ ഫാക്ടർ. അപ്പോൾ ഇയാൾ 5 എൻ ഫാക്ടർ, ദാറ്റ് മീൻസ് 5 × 2 10 ഈക്വലൻസ് കിട്ടി. അതേ ഈക്വലൻസ് ആണ് ഇയാൾക്കുള്ളത്, കറക്റ്റാണ്. അപ്പോൾ ഇയാളുടെ മോൾസ് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇയാളുടെ എൻ ഫാക്ടർ SnC2O4 ഇങ്ങനെ റിയാക്ട് ചെയ്ത് നമുക്കൊരു കാര്യം അറിയാം. Sn ഇത് +2 ഉണ്ടാവും, ഇവിടെ +2 ആണുള്ളത്. നമ്മൾ ചെയ്ത് നോക്കുക, ഓക്സിജൻ നമ്പർ അടുത്ത് അറിയാം. C2O4 2- ആണുള്ളത് അറിയാം, ഇവിടെ +4 മാറും. പിന്നെ C2O4 എന്താണ്, അത് ഓക്സിഡൈസ്ഡ് ആയി കഴിഞ്ഞാൽ എന്തായിട്ടാണ് വരാൻ? അത് സ്വാഭാവികമായിട്ടും CO2 ആയിട്ട് വരാൻ. അപ്പോൾ ഇവിടുന്ന് എന്തൊക്കെയാണ് ഇവിടെ എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒന്ന് +2ൽ നിന്ന് ഒരു ആറ്റത്തിൽ തന്നെ 2 പേര് ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താ പറയുക, ടോട്ടൽ മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ്, അത് തന്നെയാണ് പരിപാടി. സോ ടോട്ടൽ മോൾസ് ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് നമ്മൾ അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടെ 2 വ്യത്യാസമുണ്ട്. സോ 2 + 2 മോൾസ് 1 കാരണം. പിന്നെ CO2 ഇവിടെ +3 ആണ്. ജസ്റ്റ് ചെയ്ത് നോക്കുക, +3 നിന്ന് +4 എത്ര വ്യത്യാസം? 2 ഉണ്ട്. സോ 2. സോ ടോട്ടൽ എൻ ഫാക്ടർ ദാറ്റ് ഈസ് 4 ആണ്. സോ 4 എന്ന് പറയാൻ പറ്റും. ഇവിടെ നമുക്ക് മോൾസ് ഓഫ് ദിസ് തിങ് കിട്ടും. അതെന്ന് പറഞ്ഞാൽ എന്താണ്? 10/4 ആണ്. കണ്ടോ, നമുക്ക് ഈ റിയാക്ഷൻ കംപ്ലീറ്റ് ആണ്. ഇതൊന്നും റിയാക്ഷൻ കംപ്ലീറ്റഡ് ഒന്നും അല്ല, ജസ്റ്റ് കുറച്ച് ഇൻഫോർമേഷൻസ് നമുക്ക് ഈ റിയാക്ഷന് കുറച്ച് ഭാഗങ്ങൾ അറിയാം. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ആക്ച്വലി നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതാണ് ലോ ഓഫ് ഇക്വലൻസ് അല്ലെങ്കിൽ റിഡോക്സ് റിയാക്ഷൻ എന്ന ചാപ്റ്ററിൻ്റെ ശക്തി അല്ലെങ്കിൽ ഉപയോഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി വോളിയം ഓഫ് 0.2 മോളർ ഓഫ് ദിസ് KMnO4 കൺസ്യൂംഡ്. എന്താണ് ആദ്യം 0.2 മോളർ. അപ്പോൾ നമുക്ക് മോളാറും വോളിയം ഒക്കെ ഉള്ള ഒരു ഇക്വേഷൻ അതെന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ഇക്വലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോർമാലിറ്റി ഇൻറ്റു വോളിയം. സോ ഇക്വലൻസ് ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു എൻ ഫാക്ടർ ഇൻറ്റു വോളിയം. സോ മൊളാരിറ്റി നമുക്ക് ആദ്യത്തെ KMnO4ൻ്റെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഇക്വലൻ ഓഫ് KMnO4 ദാറ്റ് ഈസ് ഈക്വൽ ടു മൊളാരിറ്റി എത്രയാണ്? 0.4 ആണ്. 0.2 ആണോ 0.4 ആണോ? 0.2. എൻ ഫാക്ടർ എത്രയാണ്? KMnO4 ആസിഡിക് മീഡിയം ഇപ്പോൾ നമ്മളിപ്പം പറഞ്ഞുള്ളൂ 5 ആണ്. ഇൻറ്റു വോളിയം അത് തന്നിട്ടുണ്ടോ? ഇല്ല. ആ വോളിയം കണ്ടെത്താനാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇത് എന്തിന് ഈക്വലാണ്? ആക്ച്വലി ഈക്വലൻസ് ഓഫ് SN2C2O4. സോ SN2C2O4 അല്ല, SnC2O4 റൈറ്റ്. കാരണം എന്തുകൊണ്ടാണ്? ലോ ഓഫ് ഇക്വലൻസ് പ്രകാരം ഓക്സിഡൈസിങ് ഏജൻറ്റിയും റെഡ്യൂസിങ് ഏജൻറ്റിയും ഇക്വലൻസ് എന്താ സെയിം ആയിരിക്കും. അതാണ് ലോ ഓഫ് ഇക്വലൻസ് പറയുന്നത്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ മൊളാരിറ്റി അത് നമുക്കറിയാം 0.08. കാരണം ഈക്വലൻസ് എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി ഇൻറ്റു എൻ ഫാക്ടർ ഇൻറ്റു വോളിയം. എൻ ഫാക്ടർ എത്ര? നമ്മളിപ്പോൾ എടുത്തത് 4 ഇൻറ്റു വോളിയം തന്നിട്ടുണ്ടോ? തന്നിട്ടാണ് 100 ml. ഓക്കെ, ഇവിടെ നമുക്ക് എന്തായാലും കണ്ടെത്താൻ മറ്റേ KMnO4ൻ്റെ വോളിയം വളരെ സിമ്പിളായിട്ട് കണ്ടെത്തിക്കൂടെ? ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ.